കാക്കയിട്ട ഗുണ്ടകൾ നിയമപരിപാലനം നടത്തുന്ന കേരള പോലീസ് 2024 സ്വന്തം ഭർത്താവിനെ കസ്റ്റഡിയിലെടുത്തതിന് ചോദ്യം ചെയ്യാനെത്തിയ ഗർഭിണിയായ യുവതിയുടെ മുഖത്തടിച്ച CI. കേരളത്തിലെ പോലീസുകാരെ നിയന്ത്രിക്കാൻ ആഭ്യന്തര വകുപ്പിന് കഴിയില്ല എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. ഇത് ആദ്യത്തെ സംഭവമല്ല. സുജിത്തും അതേപോലെ തന്നെ ഒരുപാട് പേർ പോലീസ് അട്രോസിറ്റിയുടെ ഇരകളാണ്. ഇന്ന് നമ്മളോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്നു മുതിർന്ന മാധ്യമപ്രവർത്തകനായ ഫിറോസ് അലി മുഹമ്മദ്. ഫിറോസിക്ക, ആഭ്യന്തര വകുപ്പ് ഒരു നാഥനില്ലാ കളരിയായി മാറിയിരിക്കുകയല്ലേ? ഇവരെ ആര് നിയന്ത്രിക്കും? കെവിനെ, ഈ സിസ്റ്റം മൊത്തത്തിൽ പൊള്യൂട്ടഡ് ആയിരിക്കുന്നു എന്ന് ആമുഖമായി പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത്. സിസ്റ്റം മൊത്തത്തിൽ പൊള്യൂട്ടഡ് ആയി എന്നൊരവസ്ഥയിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. ഒന്നാമത് പിണറായി സർക്കാരിന്റെ 9.5 വർഷം പിന്നിടുകയാണ്. ഇവിടെ ചോദിക്കാനും പറയാനും ആരും ഇല്ല എന്ന് പറയുന്നൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി. ഓരോരോ കേസുകളായി നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോഴും നമുക്ക് മനസ്സിലാകുന്നത് കൃത്യമായൊരു ഭരണകൂട ഭീകരത നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്നു. നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഈ കേരളം എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൽ നിൽക്കാൻ ഈ മനുഷ്യർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഇവരൊക്കെ വല്ല കാനഡയിലോട്ടും അമേരിക്കയിലോട്ടൊക്കെ പോവുകയാണെന്ന് നമ്മൾ കുറെ കാലമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാര്യം ഈ സിസ്റ്റം ഇത് വല്ലാതെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. വല്ലാത്തൊരു ഭീതി ഉണ്ടാക്കി വെച്ച് കൊണ്ട് എല്ലാ മനുഷ്യരെ എല്ലാം പ്രതിസ്ഥാനത്ത് നിർത്തുക, അല്ലെങ്കിൽ ശത്രുപക്ഷത്ത് നിർത്തുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമെന്ന് മാത്രമാണ് നമുക്ക് പറയാൻ പറ്റുക ഒരു ഗർഭിണിയുടെ മുഖത്തടിച്ച സംഭവം. ഇത് ആരാണ് മുഖത്തടിക്കുന്നത്? ഒരു ഗർഭിണിയുടെ മുഖത്ത് ഒരു പോലീസ് ഇൻസ്പെക്ടർക്ക് അല്ലെങ്കിൽ ഒരു SHOക്ക് അല്ലെങ്കിൽ ഒരു പോലീസുകാരന് അടിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ആ സിസ്റ്റത്തിന്റെ മൊത്തത്തിലുള്ള ഫെയിലിയറാണ്. നമ്മൾ ലോകത്തെ ഏത് രാജ്യത്തെ എടുത്ത് നിങ്ങൾ പരിശോധിച്ച് നോക്കൂ, അവിടെയൊക്കെ കുറെ ഭരണകൂടങ്ങളുണ്ട്, രാജഭരണമുള്ള രാജ്യങ്ങളുണ്ട്, ഇനി ഡെമോക്രസി നിലനിൽക്കുന്ന രാജ്യങ്ങളുണ്ട്. അവിടെ എവിടെയെങ്കിലും നടക്കുന്ന കാര്യമാണോ നമ്മുടെ കേരളത്തിൽ നടക്കുന്നതെന്ന് കെവിൻ ഒന്ന് മാറിയിരുന്ന് ചിന്തിച്ച് നോക്കിയേ. എന്തൊക്കെയാണ് കേരളത്തിൽ നടക്കുന്നത് കെവിൻ? ഇതെല്ലാം കേരളത്തിൽ നടക്കുന്ന തരത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും ഇവരെല്ലാം കൂടി ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കൃത്യമായ ഒരു ഭരണകൂട ഭീകരതയാണ്. അതിനപ്പുറത്തേക്ക് ഇനി ഒരു പോലീസ് ഉദ്യോഗസ്ഥന് മാത്രമായി മാറി ചിന്തിക്കാൻ, അയാൾക്ക് മാത്രമായി മാതൃകാപരമായി പെരുമാറാനൊന്നും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പൊ ആ നിലയ്ക്ക് സിസ്റ്റം മൊത്തത്തിൽ പൊള്യൂട്ടഡ് ആയതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി മാത്രമാണ് കെവിൻ ഞാൻ ഇതിനെ കാണുന്നത്. തീർച്ചയായിട്ടും. അതായത് കേരളത്തിലെ ഏറ്റവും വലിയ നെക്സസ് ഇപ്പം ആരെന്ന് ചോദിച്ചാൽ അത് CPM-ഉം ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരുമാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. നോക്കൂ, ഇത് ആദ്യത്തെ സംഭവമല്ല. കഴിഞ്ഞ ഒരു 4-5 മാസങ്ങൾക്ക് മുമ്പ് ഫിറോസിക്ക് ഓർമ്മയുണ്ട്, ഒരു പാവപ്പെട്ട സുജിത്ത് എന്ന് പറയുന്ന ഒരു യൂത്ത് കോൺഗ്രസ്സുകാരനെ ഉടുതുണിയില്ലാതെ സ്റ്റേഷനിൽ കൊണ്ടുപോയി നഗ്നനായി നിർത്തിക്കൊണ്ട് മർദ്ദനമേൽപ്പിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ ആഭ്യന്തരം ഭരിക്കുന്ന പിണറായി സഖാവ് പണ്ട് കരുണാകരനുമായി നടത്തിയ ഒരു പ്രസംഗം നിയമസഭയിൽ, അതായത് കീറിപ്പറഞ്ഞൊരു ഷർട്ടുമായി നിയമസഭയിലേക്ക് കടന്നു വന്നിട്ട്, അതായത് പോലീസ് അട്രോസിറ്റിയിൽ അദ്ദേഹം ഏറ്റ പീഡനങ്ങൾ ഓരോന്ന് എണ്ണി പറഞ്ഞ പിണറായി ഭരിക്കുന്ന കാലത്താണ് ഇത്തരത്തിലുള്ള ഒരു പോലീസ് അട്രോസിറ്റികൾ ഒന്നും രണ്ടുമല്ല ഒരുപാടെണ്ണം കേരളത്തിൽ നടക്കുന്നത്. അദ്ദേഹത്തിന് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ഒരു സസ്പെൻഷൻ കൊണ്ടൊന്നും ഈ സിസ്റ്റം നേരെയാകുമെന്ന് കരുതാനാകില്ല. രണ്ടാമത്തെ കാര്യം നോക്കൂ, ഇവർ പറയുന്നു പോലീസുകാർക്കെതിരെ നടപടികൾ എടുത്തിട്ടുണ്ട്, പക്ഷെ ഇവർ വരുന്ന കണക്കുകളെല്ലാം തന്നെ പൊളിയുന്ന ഒരു സാഹചര്യമാണ്. അത് ശരിയല്ലേ? അത് കൃത്യമാണ്, മറ്റൊന്നും കൊണ്ടല്ല. ഒന്ന്, നമ്മൾ എപ്പോഴാണ് നമ്മളൊരു വെൽഫെയർ സ്റ്റേറ്റ് ആകുന്നത്? നമ്മൾ എപ്പോഴാണ് നമ്മുടെ സംവിധാനം ഗംഭീരമായി പ്രവർത്തിക്കുക? എല്ലാത്തിനും ഒരു അടുക്കും ചിട്ടയും എന്ന് പറയുന്നത് പോലെ മുകൾ തട്ട് മുതൽ താഴെ തട്ട് വരെ ഒരു വ്യവസ്ഥിതിയുണ്ട്. ആ വ്യവസ്ഥിതിയുടെ അടിസ്ഥാനത്തിലാണ് എല്ലാ കാര്യങ്ങളും പോകുന്നത്. ഇവിടെ ആ വ്യവസ്ഥിതി തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. കെവിന്റെ മുമ്പിലുള്ളത് ഈ ഒരു പോലീസ് മർദ്ദനം അല്ലെങ്കിൽ കുറച്ച് പോലീസ് മർദ്ദനങ്ങൾ മാത്രമാണെങ്കിൽ ഇത് ശാരീരികമായ പോലീസ് മർദ്ദനങ്ങളാണ്. മാനസികമായി കേരളത്തിലെ മനുഷ്യരെ മുഴുവൻ നിരന്തരമായി മർദ്ദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭരണകൂടം. കെവിൻ ശ്രദ്ധിച്ചു നോക്കൂ, ഏത് കേസിലാണ് അതില്ലാത്തത്? രാഹുൽ മാങ്കൂടുതൽ കേസിൽ അതിജീവിതമാർക്കെതിരെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് രാഹുൽ ഈശ്വറിനെ പിടിച്ചകത്തിടുന്നു. ഭരണകൂട ഭീകരതയല്ലേ? എന്തെല്ലാം കള്ളങ്ങളാണ് പ്രോസിക്യൂഷൻ പോയിട്ട് കോടതി പറയുന്നത്? കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വർ ചോദിച്ചല്ലോ, കള്ളം പറയുന്നു പ്രോസിക്യൂഷൻ എന്ന് പറയുന്നത് പ്രോസിക്യൂഷൻ അല്ലെങ്കിൽ പ്രോസിക്യൂട്ടർ അല്ലെങ്കിൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ പോയിട്ട് കള്ളം പറയുന്നതാണോ? പോലീസ് പോയിട്ട് കള്ളം പറയുന്നതാണോ? അല്ല, സർക്കാർ പോയി കള്ളം പറയുന്നു, അല്ലെങ്കിൽ സർക്കാർ പറയുന്നു ഇങ്ങനെ ഈ കേസ് ഇങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന്. ആരാണ് തീരുമാനിക്കുന്നത്?
അത് ഒന്നുകിൽ മുഖ്യമന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ്. അതായത് ഭരണകൂടം തീരുമാനിക്കുന്നു ഇങ്ങനെയുള്ള കേസുകളിൽ ഇങ്ങനെ മതി, ഞങ്ങളുടെ നീതി ഇതാണ്, ഞങ്ങൾക്കെതിരെ ഒരു തരത്തിലുള്ള ആക്ഷേപങ്ങളും വരാൻ പാടില്ല, ഇനി ഞങ്ങൾക്കെതിരെ ആക്ഷേപം ഉന്നയിച്ചാൽ ആ നിലയ്ക്ക് ഞങ്ങൾ കൈകാര്യം ചെയ്യും. അത് നമ്മൾ പാരഡി കേസിൽ കണ്ടില്ലേ? അതിലിപ്പോൾ യു ടേൺ അടിച്ചിരിക്കുകയാണ്, കേസ് എടുക്കില്ല എന്നാണ് പറയുന്നത് ആഭ്യന്തര വകുപ്പ്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇത് എവിടെ വെള്ളരിക്ക പട്ടണമാ? കേരളം വെള്ളരിക്ക പട്ടണമാണോ? ഇത് ഒരു പാരഡി പാട്ട് എഴുതിയവൻ, ഖത്തറിലിരുന്ന് പാരഡി പാട്ട് എഴുതിയവനെതിരെ അതങ്ങനെ ജൂറിസ്ഡിക്ഷൻ ഖത്തറാണോ? ഈ ക്രൈമിന്റെ ജൂറിസ്ഡിക്ഷൻ ഖത്തറാണോ? അങ്ങനെയാണെങ്കിലല്ലേ അതോ ഈ കേരളം ഒരു രാജ്യമാണോ? കേരളം ഒരു രാജ്യമാണെങ്കിൽ ശരിയാണ്. കേരളം ഒരു രാജ്യമാണെങ്കിൽ കേരളത്തിന് ഈ പറയപ്പെടുന്ന ഖത്തറുമായി ഒരു സന്ധി സംഭാഷണം നടത്തി ഞങ്ങളുടെ രാജ്യത്തിനെതിരെ ഗുരുതരമായ ഒരു കുറ്റകൃത്യം നടന്നു എന്ന് പറഞ്ഞിട്ട് സംസാരിക്കാം. അതല്ലാതെ അയാളുടെ കമ്പനിക്ക് കത്തെഴുതാൻ പോകുന്നു എന്നൊക്കെ പറയാൻ വാർത്തകളാണ് പ്രചരിക്കുന്നത്. എന്തൊരു പ്രഹസനമാണ് സജി എന്ന് എത്ര പ്രാവശ്യം നമ്മൾ ചോദിക്കണം? ഇതൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടിപ്പോ അത് എന്തുകൊണ്ടാണ് ഈ പൊതുജന വികാരം ഇങ്ങനെ വല്ലാതെ അവര് പൊതുജനങ്ങൾ വല്ലാതെ അസ്വസ്ഥരാകുന്നത് എന്തുകൊണ്ടാണ്? ഇതൊക്കെയാണോ ഒരു സിസ്റ്റം? നമ്മൾ മുമ്പോട്ടാണോ പോകുന്നത്, പുറകോട്ടാണോ പോകുന്നത്? നേരത്തെ കെവിൻ ചോദിച്ച പോലെ ഈ പിണറായി വിജയൻ വർഷങ്ങൾക്ക് പതിറ്റാണ്ടുകൾക്ക് അപ്പുറത്തുള്ള ഈ പോലീസ് അട്രോസിറ്റീസിന്റെ കഥകൾ പറഞ്ഞിട്ട് അവിടുന്ന് ഉരുപ്പിടിച്ച വാളുമായിട്ട് വന്ന ആളാണെന്നൊക്കെയാണല്ലോ പറയുന്നത്. എന്നിട്ട് സാധാരണക്കാരന്റെ അഭിപ്രായ സ്വാതന്ത്ര്യം പോലും നാഴികയ്ക്ക് 40 വട്ടം ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് അഭിപ്രായ സ്വാതന്ത്ര്യം പോലും അതിനെ പോലും ഭയപ്പെട്ടുകൊണ്ട് ഒരു മൊത്തത്തിലൊരു ഭീതിതമായ അന്തരീക്ഷം സൃഷ്ടിച്ചു വെച്ചിട്ട് ഈ സിസ്റ്റത്തെ മുഴുവൻ ഞങ്ങൾ ഹൈജാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു എന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന ഒരു സിസ്റ്റം. അവിടെ പോലീസുകാർക്ക് മാത്രമായിട്ട് എന്താണ് സർ പ്രത്യേകത? പോലീസുകാർക്ക് മാത്രമല്ല, പോലീസ് സംവിധാനത്തെ മുഴുവൻ കയറൂരി വിട്ടു എന്ന് ഞാൻ പറയുന്നില്ല. പോലീസ് സംവിധാനം ഈ പറയപ്പെടുന്ന സിസ്റ്റത്തിന്റെ ഭാഗമാണ്. അവരുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട നമുക്കെല്ലാവർക്കും കാവൽ എന്നാണല്ലോ തമിഴിൽ പറയുന്നത്, നമുക്കെല്ലാവർക്കും ഒരു സുരക്ഷ ഒരുക്കാനുള്ള ഒരു സംവിധാനമാണ്. ആ സംവിധാനത്തെ അവർക്ക് മാത്രമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റില്ല. അവരെ നിയന്ത്രിക്കുന്ന സിസ്റ്റം പൊല്യൂട്ടഡ് ആയാൽ, അവരുടെ മേലുദ്യോഗസ്ഥർ പൊല്യൂട്ടഡ് ആയാൽ, അവരെ ഈ മുകളിലിരിക്കുന്ന ആളുകൾ മാത്രം പറയുന്നത് എന്താണോ അത് മാത്രം അനുസരിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നാൽ എത്ര പോലീസുകാർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളോ അല്ലെങ്കിൽ വർഷങ്ങളോ ആയിട്ട്? ഇത് മുഴുവൻ നമ്മൾ പരിശോധിക്കണ്ടേ? നമ്മളൊരു ഗർഭിണിയെ മുഖത്തടിച്ചു എന്നുള്ള ഒരു വിഷയം നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കെവിനെ, അതിനപ്പുറത്ത് എത്ര 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 വിഷയങ്ങൾ അതുമായി ചുറ്റിപ്പറ്റിയോ ഈ സിസ്റ്റം മുഴുവൻ വല്ലാതെ അങ്ങ് ഏത് വാക്കാണ് ഉപയോഗിക്കുന്നത് എനിക്കറിയില്ല കേട്ടോ. ഇനി അതിന്റെ പേരിലും കേസ് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വല്ലാതെ അങ്ങ് എന്ന് ഞാൻ നിർത്തുകയാണ്. ഒരു സ്ത്രീക്ക് മേൽ ആ അടിയുടെ ദൃശ്യങ്ങൾ ഫിറോസൊക്കെ കണ്ടെന്ന് ഞാൻ കരുതുന്നു. എല്ലായിടത്തും ഇപ്പോൾ പബ്ലിക് പ്ലാറ്റ്ഫോമിലെല്ലാം അവൈലബിൾ ആണ്, ന്യൂസ് ചാനലുകൾ അത് വെച്ച് പെരുമാറുന്നുമുണ്ട്. അതായത് ഒരു സ്ത്രീക്ക് മേൽ വനിതാ പോലീസുകളുടെ സാന്നിധ്യത്തിൽ ഒരു പ്രൊവോക്കേഷന്റെ പുറത്ത് ഒരു സ്ത്രീയുടെ മുഖത്തേക്ക്, സ്ത്രീപക്ഷ ഗവൺമെന്റ് ആണെന്നാണ് CPM-കാരെല്ലാം പറയുന്നത്. ഞാൻ പറയുന്നത് ഇവിടെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രശ്നമാണോ ഇത്? രാഷ്ട്രീയ പാർട്ടിയുടെ പ്രശ്നമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അങ്ങനെയുള്ള പോലീസിന്റെ പ്രശ്നമോ ഒന്നുമായിട്ട് ഞാൻ ഇതിനെ കാണുന്നില്ല കെവിൻ. ഞാൻ കാണുന്നത് ഈ സിസ്റ്റത്തിന്റെ മുഴുവനായുള്ള ഒരു പൊല്യൂഷനാണ് ഞാൻ കാണുന്നത്. അതായത് സിസ്റ്റം മൊത്തമായി ഇവിടെ കൃത്യമായിട്ടും ഒരു ഭരണകൂട ഭീകരത അരങ്ങേറുന്നു എന്ന് ഞാൻ ആവർത്തിച്ചു പറയുന്നു. അത് ഭരണകൂട ഭീകരതയാണ്, അതിന്റെ ഭാഗമാണ് ഇതെല്ലാം. അതുകൊണ്ടാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥന് എന്തും ചെയ്യാനുള്ള ഒരു അവന്റെ അവകാശമാണെന്ന് അവൻ ധരിച്ചു വെച്ചിരിക്കുന്നു. ഇനിയിപ്പോ എന്താണ്? ഈ ആരോ പറയുന്ന പോലെ കെയർ ടേക്കർ ഗവൺമെന്റ് ആണ്. കെയർ ടേക്കർ ഗവൺമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല, ടെക്നിക്കലി ഗവൺമെന്റ് തന്നെയാണ്. പക്ഷെ 6 മാസം കഴിയുമ്പോൾ സർക്കാർ മാറും, അല്ലെങ്കിൽ 5 മാസത്തിനപ്പുറത്ത് സർക്കാർ മാറും എന്നുള്ളൊരു രീതിയാണ്. ചിലപ്പോ ഇന്നലെ വരെ ചിലപ്പോൾ അല്ലാതെ മാനസിക സമ്മർദ്ദം അനുഭവിച്ചൊരു പോലീസുകാരനായിരിക്കും ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവുക. പോലീസുകാരൻ ചെയ്തതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. പോലീസുകാരൻ ചെയ്തത് ഏറ്റവും വലിയ ക്രിമിനൽ ആക്ടിവിറ്റിയാണ്. പോലീസ് തന്നെ ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു സിസ്റ്റത്തിൽ? പോലീസിന്റെ ജോലി എന്താണ് ഈ നമ്മുടെ സിസ്റ്റത്തിൽ? പോലീസിന്റെ ജോലി ഇത്തരത്തിലുള്ള ക്രിമിനലുകളൊക്കെ വിലക്കി നിർത്തുകയും ക്രിമിനൽ ആക്ടിവിറ്റികൾ ഒരു തരത്തിലും നടക്കാതെ ഇരിക്കുകയും ചെയ്യുക, നമുക്കെല്ലാം കാവൽ നിൽക്കുക. അതിനാണല്ലോ നമ്മുടെ നികുതി പണത്തിൽ നിന്ന് അവന്മാർക്കെടുത്ത് ശമ്പളം കൊടുക്കുന്നത്. അല്ലാതെ അവന്മാർ സ്വന്തമായിട്ട് ഇങ്ങനെ പോലീസായിട്ട് ജനിച്ചു വീണതൊന്നുമല്ലല്ലോ. ഈ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഏത് സിസ്റ്റത്തിലും നമ്മുടെ സാധാരണ പൗരന് സംരക്ഷണം കൊടുക്കാൻ വേണ്ടിയാണല്ലോ പോലീസ് ഉള്ളത്, ഭരണകൂടമുള്ളത്, രാഷ്ട്രീയക്കാരുള്ളത്, എല്ലാം ഉള്ളത്.
അല്ലാതെ രാഷ്ട്രീയക്കാർക്കെങ്കിൽ പിന്നെ അവർക്ക് മന്ത്രിമന്ദിരങ്ങൾ കൊടുത്തേക്കാമെന്ന് പ്രത്യേകിച്ച് നിയമമൊന്നുമില്ലല്ലോ. നമ്മൾ വോട്ട് ചെയ്തിട്ട്, നമ്മൾ നികുതി പണം കൊടുത്തിട്ട് നമ്മൾ തന്നെ അവരോധിക്കുന്ന, ഞങ്ങളെ സേവിച്ചോളൂ എന്ന് പറഞ്ഞ് നമ്മൾ തന്നെ കൊടുക്കുന്ന പദവിയല്ലേ ഈ മുഖ്യമന്ത്രി ആകട്ടെ, MLA ആകട്ടെ, വാർഡ് മെമ്പർ ആകട്ടെ, എല്ലാ പദവികളും നമ്മളല്ലേ കൊടുക്കുന്നത്, ജനമല്ലേ കൊടുക്കുന്നത്. ജനം കൊടുക്കുന്ന ഈ പദവികളിലും ഈ സ്ഥാനങ്ങളിലും നമ്മുടെ നികുതി പണം ശമ്പളമായി വാങ്ങിച്ചു കൊണ്ടിരുന്നിട്ട് ഈ പറയപ്പെടുന്ന എല്ലാ തസ്തികകളിലും ഇരുന്നിട്ട് ഇവരെല്ലാം ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതാരുടെ പിഴവാണ് സർ? അതാരുടെ പിഴവാണ്? അത് ആ സിസ്റ്റത്തിന്റെ പിഴവാണ്. ആ സിസ്റ്റത്തിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ആ സിസ്റ്റത്തിന് അങ്ങനെ ഒരു കുഴപ്പം കഴിഞ്ഞ 9.5 വർഷം കൊണ്ട് ബാധിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു കുഴപ്പമുണ്ടെങ്കിൽ അത് കേവലം ഏതെങ്കിലും ഒരു പോലീസുകാരന്റെയോ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെയോ ഒന്നും കുഴപ്പമല്ല. ഇത് ഈ സംവിധാനത്തിന് മുഴുവനായി ഏറ്റിരിക്കുന്ന ഒരു, സംവിധാനത്തിനെ മുഴുവൻ ബാധിച്ചിരിക്കുന്ന ഒരു പുഴുക്കുത്താണ്. ആ പുഴുക്കുത്ത് അതിന്റെ തുടക്കം എവിടെ നിന്ന് എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണെന്ന്. ഞാൻ പിണറായി വിജയനിൽ നിന്നാണെന്ന് നേരിട്ട് പറയുന്നില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന്, അവിടെ നിന്ന് ആഹ്വാനം ചെയ്യപ്പെടുന്ന ഭരണകൂട ഭീകരതയുടെ പ്രതിഫലനങ്ങളാണ് കെബിൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസായാലും ഗവൺമെന്റിന്റെ ഒരു ഗവേണൻസ് ഉണ്ട്, അതെല്ലാം കൈവിട്ടു പോകുന്ന സ്ഥിതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് നോക്കൂ, മെഡിക്കൽ മേഖലയിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിൽ, ഇപ്പോൾ ആഭ്യന്തര മേഖലയിൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇവർ ആത്മവിശ്വാസം വർദ്ധിക്കുകയും അതിന് കിട്ടിയ ഒരു അടിയാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവർ ഇനി 3.5 മാസം ഇവർ കാട്ടിക്കൂട്ടാൻ പോകുന്നത് അത് തിരിച്ചു പിടിക്കാൻ, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ മുഖം തിരിച്ചു പിടിക്കാനുള്ള പ്രവർത്തനങ്ങളായിരിക്കില്ലേ? നഷ്ടപ്പെട്ട എന്ത് തിരിച്ചു പിടിക്കാൻ? എല്ലാം നഷ്ടപ്പെട്ടവർക്ക് ഇനി തിരിച്ചു പിടിക്കാൻ എന്താണ് കെബിനെ ഉള്ളത്? നഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ മറ്റൊന്നും കൊണ്ടല്ല. ആരോ പറഞ്ഞ പോലെ ഇവിടെ സഖാക്കളാണ് CPM-ന്റെ അടിയുറച്ച കേഡേഴ്സാണ്. എതിരെ വോട്ട് ചെയ്തുകൊണ്ട് ഈ സിസ്റ്റം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവസാനം 5 വർഷം കഴിയുമ്പോൾ പാർട്ടി പോലും ഉണ്ടാവില്ല എന്ന് തിരിച്ചറിവ് കൊണ്ടാണ് എതിരെ വോട്ട് ചെയ്ത് തോൽപ്പിച്ചത്. എന്നൊരു വലിയ അഭിപ്രായ പ്രകടനമുണ്ട്. അത് സത്യമാണെന്ന് ഞാൻ കരുതുന്നുണ്ട് കേട്ടോ, വ്യക്തിപരമായിട്ട്. കാര്യം ഇതിങ്ങനെയാണ് ഇത് പോകുന്നതെങ്കിൽ ഇത് വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോകും. ഇത് ചോദിക്കാനും പറയാനും ആരും ഇല്ലാതെയാകും. ഇത് പിണറായി വിജയൻ കേരളത്തിന്റെ അവസാനത്തെ മുഖ്യമന്ത്രിയാണെന്ന് പറയുന്നത് പോലെ അങ്ങനെയല്ലല്ലോ. പാർട്ടിക്ക് പിണറായി വിജയൻ എന്ന് പറയുന്നത് എല്ലാത്തിനും മുകളിലല്ലല്ലോ. അല്ലെങ്കിൽ പിണറായിക്ക് ശേഷം പ്രളയമാണെന്ന് പാർട്ടിക്ക് പറയാൻ പറ്റില്ലല്ലോ. അതിനപ്പുറത്ത് ഇവർക്ക് കൂടെ നിലനിൽക്കണമല്ലോ. ബംഗാളിലേക്ക് നോക്കൂ, ത്രിപുരയിലേക്ക് നോക്കൂ എന്ന് ഈ ചുവരെഴുത്തുകൾ കാണുമ്പോൾ, അല്ലെങ്കിൽ കാലത്തിന്റെ ചൂണ്ടുവിരലുകൾ കാണുമ്പോൾ എങ്കിലും സഖാക്കൾ മനസ്സിലാക്കുമല്ലോ ഇത് വലിയ പ്രശ്നമാണ്. ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതിലും വലിയ അപകടങ്ങളിലേക്ക് പോകുമെന്ന് ഈ അറിയാവുന്ന കുറച്ച് തലയ്ക്ക് ആളുതാമസമുള്ള ആൾക്കാർക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് അവരും കൂടെ നെഗറ്റീവ് വോട്ട് ചെയ്തിട്ടാണ് ഈ പറയപ്പെടുന്ന കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് അങ്ങനെ വന്നത് എന്ന് കരുതുന്നവർ പോലും ഉണ്ട്. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ വിജയാഘോഷത്തിന്റെ ഒരു ബൈറ്റ് ഞാൻ കഴിഞ്ഞ ദിവസം കേൾക്കുകയായിരുന്നു. നിങ്ങൾ നല്ല സഖാക്കളെ കണ്ടാൽ ചിരിക്കണം, അവർ വോട്ട് ചെയ്തിട്ടാണ് നമ്മൾ ജയിച്ചത് എന്ന്. അപ്പോൾ അത്രത്തോളം യാഥാർത്ഥ്യ ബോധം, അതായത് ഇവിടുത്തെ ഇടതുപക്ഷ അനുഭാവികളായിട്ടുള്ളവർ തീർച്ചയായിട്ടും കണക്കുകൾ പരിശോധിക്കുമ്പോൾ അതാണ് കാണുന്നത്. അതായത് അടിയുറച്ച ഇടതുപക്ഷ കേഡറുകളും ഇടതുപക്ഷ അനുഭാവികളും എല്ലാം തന്നെ ഈ സിസ്റ്റം ഇനി മുന്നോട്ട് പോയാൽ ഇവിടെ ഇങ്ങനൊരു മാറ്റം ഉണ്ടാകാൻ സാധ്യതയില്ല, ഈ സംവിധാനം നശിക്കും, ഇവിടെ ഒരു മൊണോപ്പൊളിയായി മാറും. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മാർക്സിന്റെ നയങ്ങളല്ല നടക്കുന്നത്, ഇവിടെ പിണറായിസം മാത്രമാണ് നടക്കുന്നതെന്ന് പറയുമ്പോഴും അവസാനത്തെ ഒരു 2 വർഷം നമ്മൾ എടുത്തു നോക്കുമ്പോൾ അത് മാത്രമല്ലേ കാണാൻ സാധിക്കുന്നത്. ഫിറോസിക്ക, പിന്നെ ഇതില് സത്യത്തിൽ ഇത് പിണറായിസം എന്നൊക്കെ പറഞ്ഞ് നമുക്കതിനെ അതിനെ ചുരുക്കി കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അതൊരു മാനസികാവസ്ഥയായി മാറിക്കഴിഞ്ഞു. ഇത് പിണറായി വിജയന്റെ ആശ്രിത വത്സരായ കുറെ മനുഷ്യർ എന്നിട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അവരുണ്ടാക്കുന്ന ഒരു സിസ്റ്റമാണിത്. പിണറായി വിജയൻ നേരിട്ടെങ്കിൽ പിന്നെ എല്ലാ കാര്യങ്ങളും രാവിലെ ടേബിളിൽ നിരത്തി വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്താൽ മതിയെന്ന് അദ്ദേഹം രാജാവിനെ പോലെ ഉത്തരവ് കൊടുക്കുകയല്ല. മറിച്ച് അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന ഈ ഉപജാപക വൃന്ദം എന്നൊക്കെ പറയുന്നത് പോലെ കുറെ ആളുകൾ നമുക്കിങ്ങനെ പറ്റൂ, നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റൂ. എങ്ങനെയാണ് പാരഡി ഗണത്തിനെതിരെ ഒരു 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 സംസ്ഥാനത്ത് കേസെടുക്കുന്നത്? നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് 24 മണിക്കൂറും ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് നരേന്ദ്രമോദിയുടെ ഫാസിസത്തെ പറ്റി പറയുന്നത്? നിങ്ങൾ എന്തിനാണ് ഫാസിസം ഞങ്ങളുടെ മുറ്റത്ത് കയറിയെന്നും ഞങ്ങളുടെ വസ്ത്രധാരണത്തിന് ഇടപെടുന്നുവെന്നും ഞങ്ങളുടെ ഭക്ഷണത്തിൽ ഇടപെടുന്നു പറയുന്നത്? മനുഷ്യ ഭക്ഷണത്തിലും വസ്ത്രത്തിലും ഇടപെടുന്നതിനേക്കാൾ എത്ര വലിയ ക്രൂരതയാണ് ഒരു മനുഷ്യന്റെ അഭിപ്രായം, അവന്റെ ക്രിയേറ്റിവിറ്റി, അവൻ എഴുതി വെച്ച പാട്ട്, അതിനെതിരെ വല്ല കേസ് എടുക്കുമെന്ന് പറയുന്ന ഒരു സിസ്റ്റം
അത് ഭീകര ഭരണകൂടമല്ലെങ്കിൽ, അത് ഫാസിസ്റ്റ് ഭരണകൂടം എന്നല്ല അതിനെ വിളിക്കേണ്ടത്, അത് ഭീകര ഭരണകൂടമല്ലെങ്കിൽ പിന്നെ അതിനെ വേറെ എന്ത് വാക്കാണ് നമ്മൾ വിളിക്കുക? നമുക്കിവിടെ നമ്മൾ ഈ ആരോ പറഞ്ഞ പോലെ 1947 സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോഴും ജയിലറകളിൽ കഴിയുന്ന പോലെ ജീവിക്കേണ്ട ആവശ്യമുണ്ടോ ഗബിനെ? അല്ല, ഈ ഇതിനെതിരെ കേസെടുക്കുമ്പോഴാണ് IFFK-യിൽ കേന്ദ്ര സർക്കാർ വിലക്കിയ സിനിമയ്ക്കെതിരെ ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ യുവജന സംഘടനകൾ ഘോര മുദ്രാവാക്യം വിളിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്. പുതിയ ജനറേഷനാണ് ഗബിനെ, പുതിയ ജനറേഷൻ. നമ്മൾ ഈ പറയപ്പെടുന്ന പോലെ 1965-ലേക്കോ അല്ലെങ്കിൽ അടിയന്തരാവസ്ഥക്കാലത്തേക്കോ തിരിച്ചു പോവുകയല്ല. ഇവിടെ അടിയന്തരാവസ്ഥ നിലവിലില്ല, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. നമ്മുടെ രാജ്യം നമ്മൾ കേരളം എന്ന് പറയുന്ന ഒരു രാജ്യമല്ലല്ലോ, ഒരു സംസ്ഥാനമാണ്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല ഏതായാലും. അപ്പോ അങ്ങനെ ഒരു രാജ്യത്തിന്റെ കീഴിലുള്ള വളരെ ചെറിയ സംസ്ഥാനമായ കേരളം പോലെ ഒരു സംസ്ഥാനത്ത് നമ്മൾ എന്താണ്, ഏതെങ്കിലും തരത്തിലുള്ള മനുഷ്യാവകാശങ്ങൾ നിലനിൽക്കുന്നുണ്ടോ? എല്ലാ തരത്തിലുള്ള ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും എതിരായിട്ടുള്ള നിരന്തരമായ ഇടപെടലുകളും സർക്കാരിന്റെ ഭീഷണിയുമല്ലേ നമ്മൾ കാണുന്നത്? എല്ലാ മനുഷ്യരെയും ഇങ്ങനെ ഭീഷണിപ്പെടുത്തി നിർത്തുകയാണ്. ഞങ്ങൾക്കെതിരെ പറയരുത്, ഞങ്ങൾക്കെതിരെ പറയുന്ന എല്ലാവരെയും ഞങ്ങൾ പിടിച്ചകത്തിടും. രാഹുൽ ഈശ്വറിന്റെ ഉദാഹരണം നമ്മുടെ മുമ്പിലുണ്ട്. എന്ത് തെറ്റാണ് ആ മനുഷ്യൻ ചെയ്തത്? ഓക്കെ, കുറച്ച് പ്രൊവക്കേറ്റീവായിട്ട് വീഡിയോസ് ചെയ്തു. പ്രൊവക്കേറ്റീവായിട്ട് വീഡിയോ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു മനുഷ്യനെ പിടിച്ച് 16 ദിവസം ജയിലിലിടുന്ന സിസ്റ്റം എന്താണ്? പ്രോസിക്യൂഷൻ പോയിട്ട് കള്ളം പറയാണ്, പോലീസ് പോയിട്ട് കള്ളം പറയാണ്, എന്ന് പറഞ്ഞാൽ സർക്കാർ പോയിട്ട് കള്ളം പറയാണ്. സർക്കാർ എന്തിനാണ്? സർക്കാരിനെ സംബന്ധിച്ച് രാഹുൽ ഈശ്വറും ഫിറോസ് അലി മുഹമ്മദും കെവിനും ഇവിടുത്തെ റഹീമും സാധാരണപ്പെട്ട എല്ലാ മനുഷ്യരും ഒരുപോലെയാണ്. സർക്കാരാണ് ഇവരുടെ എല്ലാം കെയർടേക്കർ. അങ്ങനെ ഒരു കെയർടേക്കർ ആയിരിക്കുന്ന സർക്കാർ അവരുടെ പൗരന്മാർക്കെതിരെ എന്തിന് കള്ളം പറയുന്നു? അവരെ എന്തിന് കള്ളക്കേസിൽ കുടുക്കി ജയിലടയ്ക്കുന്നു? അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്നു? അപ്പോ അവര് ആ സിസ്റ്റത്തിന്റെ ഭാഗമായി ആ സിസ്റ്റം കൈയാളുന്നത് കൊണ്ട് അവരുടെ കീഴിലുള്ള സാധാരണ മനുഷ്യന് ജനാധിപത്യപരമായ അവകാശങ്ങൾ നിഷേധിക്കുന്നു എന്ന് പറയുന്നിടത്ത് ആ ഭരണകൂടം പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടു. ആ ഭരണകൂടം പേടിക്കുന്നു. നമ്മൾ എന്ത് പറയുമെന്ന് പേടിക്കുന്നു. നമ്മൾ എന്ത് പറയും എന്ന് ഭരണകൂടം പേടിക്കുന്നുണ്ടെങ്കിൽ അത് വല്ലാത്ത പേടിയാണ്. അതിന്റെ പിന്നിൽ ആരാണെങ്കിലും അത് ഒരിക്കലും ഒരു പരിഷ്കൃത സമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. രാജഭരണം നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ പോലും ഇല്ലാത്ത വണ്ണമുള്ള വല്ലാത്തൊരു ഈ സെൻസർഷിപ്പ്, അഭിപ്രായങ്ങൾക്ക് പോലുമുള്ള സെൻസർഷിപ്പ് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നു. പിന്നെ യാതൊരു സംശയവും വേണ്ട. ഈ അവസരത്തിൽ ചോദിക്കാമോ എന്നറിയില്ല, അതായത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ്, പ്രേക്ഷകർ ക്ഷമിക്കണം. അതായത് ഒരു ഘട്ടത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആഭ്യന്തര വാഴയാണ് കേരളം ഭരിക്കുന്നതെന്ന്. അതിപ്പോൾ തെറ്റില്ല എന്ന് അത് പറഞ്ഞതിൽ തെറ്റില്ല എന്ന് ഇപ്പോൾ ജനങ്ങൾ ഓർക്കുന്ന സമയത്തിലൂടെ അല്ലേ കടന്നു പോകുന്നത് ഫിറോസിക്ക? അല്ല, അത് മറ്റൊന്നും കൊണ്ടല്ല. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്ദേശിച്ചത് ആഭ്യന്തര, ആ പ്രയോഗം അത് മറ്റൊന്നും കൊണ്ടുണ്ടായത് ആകില്ല. ഇപ്പൊ നമ്മളിപ്പോ എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോ ആ മുഖ്യമന്ത്രി നേരിട്ട് കേരളം ഭരിക്കുന്നു, മുഖ്യമന്ത്രിയാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. ശരിയാണ്. ടെക്നിക്കലി അല്ല, അതിന്റെ ഒരു രീതി എന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയാണല്ലോ. ഇപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും അദ്ദേഹമാണ്, ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നതും അദ്ദേഹമാണ്. പക്ഷേ ഈ പൊളിറ്റിക്കലായ തീരുമാനങ്ങൾ സ്വാഭാവികമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ പോലും ആരാണ് എടുക്കുക? മുഖ്യമന്ത്രി നേരിട്ടിരുന്നു എന്ന് പറയുമോ? എങ്കിൽ ഒരു കാര്യം ചെയ്യും, രാഹുൽ മാങ്കൂട്ടത്തിനെ എടുത്താകത്തില്ല, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യണ്ട, മുഖ്യമന്ത്രി നേരിട്ടെന്ന് പറയല്ലോ. അങ്ങനെ മുഖ്യമന്ത്രി പറഞ്ഞു തുടങ്ങിയാൽ മുഖ്യമന്ത്രി എന്തെല്ലാം കാര്യങ്ങൾ പറയേണ്ടി വരും. അപ്പൊ മുഖ്യമന്ത്രി അല്ല അത്തരം തീരുമാനം എടുക്കുന്നത്, മറിച്ച് പാർട്ടിക്ക് ഒരു തീരുമാനം ഉണ്ടാകും. AKG സെന്ററിൽ നിന്ന് ഒരു തീരുമാനം വരും. ആ തീരുമാനം നടപ്പിലാക്കാൻ അവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറി ഉണ്ട്. അദ്ദേഹമാണ് ആ തീരുമാനങ്ങൾ നടപ്പാക്കുക. പൊളിറ്റിക്കൽ തീരുമാനം AKG സെന്ററിൽ നിന്ന് വരുന്നതൊക്കെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടപ്പാക്കുമെന്നുള്ള വിശ്വാസം അല്ലെങ്കിൽ ഇവിടുത്തെ CPM-കാർക്കോ കേരളത്തിലെ ജനങ്ങൾക്കോ നഷ്ടപ്പെട്ടതിന്റെ ഒരു പ്രതിഫലനമല്ല. ഇപ്പൊ CPM-ന്റെ ആരാണ് വാതുറന്ന് മുഖ്യമന്ത്രിക്കെതിരെ ഒരു വിമർശനം ഉന്നയിക്കുക, അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വാതുറക്കുക, അല്ലെങ്കിൽ AKG സെന്ററിൽ നിന്ന് എന്ത് നിർദ്ദേശമാണ് വരുന്നത്? CPM-ന്റെ ഒരു സംഘടനാ ശൈലി വെച്ച് ആ ഘടന ഇത്തരത്തിലാണോ? അതായത് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന സിസ്റ്റത്തിന്റെ വീഴ്ചകൾ പരിഹരിക്കാൻ കഴിയാത്തൊരു സംഘടനയൊന്നുമല്ല CPM. പക്ഷെ അത്തരത്തിലൊരു നിർദ്ദേശം CPM-ന്റെ AKG സെന്ററിൽ നിന്ന് വരുന്നുണ്ടെന്ന് ഇപ്പോഴും ജനങ്ങൾ കരുതുന്നുണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. ഞാൻ വിചാരിക്കുന്നത് ഉറപ്പായിട്ടും അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ ഉണ്ട് എന്ന് തന്നെയാണ്. അതായത് അത്തരത്തിലുള്ള കേസുകൾ ഇപ്പൊ ഏത് കേസുകൾ നിങ്ങൾ എടുത്തു നോക്കൂ, അത്തരത്തിലുള്ള കേസുകളിലെല്ലാം ഇപ്പൊ മുഖ്യമന്ത്രിയെ കാണാൻ അതിജീവിത വരുന്നു, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ കാണാൻ ഒരു സെലിബ്രിറ്റി വരുന്നു. അപ്പൊ അത്തരം കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാൻ ഒരു സംവിധാനം ഇവിടെ ഉണ്ടല്ലോ. നേരിട്ട് മുഖ്യമന്ത്രി വിളിച്ച് പറയാലല്ലോ, ഹലോ പിണറായി വിജയൻ, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ, കാണാം, അങ്ങനെ പറയല്ലോ. അപ്പൊ അത് കൃത്യമായിട്ടും ഒരു ചാനലിലൂടെയാണ് ചാനൽ മീൻസ് ഒരു വഴിയിലൂടെയാണ് കടന്നു പോകുന്നത്. എങ്ങനെയാണ് മുഖ്യമന്ത്രിയെ കാണുക? ഈ കാര്യം ഇപ്പൊ എങ്ങനെയാണ് നമ്മളിപ്പം മുഖ്യമന്ത്രിയുടെ മുമ്പിൽ അവതരിപ്പിക്കുക?
അതിനൊരു വഴിയുണ്ട്. ആ വഴി മാത്രമാണല്ലോ ഈ കാര്യങ്ങളെല്ലാം പോകുന്നത്. അപ്പൊ ആ വഴിക്ക് ഒരു പൊളിറ്റിക്കൽ സ്വഭാവമുണ്ട്, ഒരു രാഷ്ട്രീയ സ്വഭാവമുണ്ട്. ആ രാഷ്ട്രീയ സ്വഭാവത്തിലൂടെ കടന്നു വരുമ്പോൾ, അതുകൊണ്ടാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതി എങ്ങനെയാണ് അതിജീവിതം മുഖ്യമന്ത്രിക്ക് കൊണ്ട് കൊടുക്കുന്നത്? മുഖ്യമന്ത്രി നേരിട്ട് മുഖ്യമന്ത്രി വിളിച്ച് പറയാണോ ഞാൻ അങ്ങോട്ട് വരുവാണെന്നല്ല. അപ്പോ അത് കൈകാര്യം ചെയ്യാൻ ഈ സിസ്റ്റത്തിന്റെ താഴെ ചില ആളുകളുണ്ട്. അപ്പൊ അവരാണ് ഇതിന്റെ ഇടനിലക്കാർ, അധികാര ഇടനാഴിയിലെ വലിയ ദല്ലാളന്മാർ എന്നൊക്കെ പറയാവുന്ന ആളുകൾ. അവര് വഴിയാണ് ഈ സാധനം പോകുന്നത്. അവര് കുറെ കാര്യങ്ങൾ ഇങ്ങനെ ഫീഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് 3ാം പിണറായി സർക്കാർ കൊണ്ടുവരാൻ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മുഖ്യമന്ത്രിയെ കൃത്യമായിട്ടും ഡീവിയേറ്റ് ചെയ്ത് കൊണ്ടുപോകാനോ അദ്ദേഹത്തിന്റെ ഒരു മനസാക്ഷിയെ സ്വാധീനിക്കാനോ ഒക്കെ പറ്റുന്ന കൃത്യമായ ആളുകളുണ്ട്. ഇപ്പൊ ഒറ്റയാളല്ലല്ലോ രാജാവ് എന്ന് പറഞ്ഞാൽ, രാജാവ് മാത്രമല്ലല്ലോ, രാജാവിനൊപ്പം നിൽക്കുന്ന വലിയൊരു സംവിധാനമുണ്ട്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് അതിൽ കൃത്യമായ ഒരു പൊളിറ്റിക്കൽ തീരുമാനമുണ്ട്. ആ പൊളിറ്റിക്കൽ ചാനലിലൂടെയാണ് കൃത്യമായിട്ടും അത് വരുന്നത്. അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ അവസാനം വന്നിട്ട് ഇദ്ദേഹം ഇതെല്ലാം കൂടെ കേട്ടിട്ട് ഇതായിരിക്കും ശരി എന്ന് പറഞ്ഞ് ഇദ്ദേഹം ഒരു തീട്ടൂരം ഇറക്കുന്നു, അല്ലെങ്കിൽ ഇദ്ദേഹം എങ്കിൽ പിന്നെ അതിജീവിത വരൂ എന്ന് പറഞ്ഞിട്ട് അതിജീവിത വരുമ്പോഴത്തേക്ക് അതിജീവിതയുടെ പരാതി വാങ്ങിച്ചു വെക്കുന്നു. ഏതൊരു വക്കീൽ പറഞ്ഞ പോലെ അതിജീവിതയുടെ പരാതി നേരിട്ട് ഇദ്ദേഹം വാങ്ങിച്ചത് ഇതിനു മുമ്പ് സരിതയുടെ പരാതിയാണ് അദ്ദേഹം നേരിട്ട് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പൊ ഇത്തരത്തിലുള്ള റിയാലിറ്റീസ് ഉണ്ട്. അവിടെ എല്ലാം കൃത്യമായ പൊളിറ്റിക്കൽ തീരുമാനമായിരുന്നു. അത് പാർട്ടിയുടെ തീരുമാനമുണ്ട്, അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഈ പ്രധാനപ്പെട്ട ഉപദേശകന്മാരെന്ന് പറയുന്നവരുടെ തീരുമാനങ്ങളുണ്ട്. എല്ലാം കൂടി ചേരുമ്പോഴാണ് ഇത് കൃത്യമായിട്ടും ഒരു ഈ ജനവിരുദ്ധ ഭരണകൂടം എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ജനങ്ങൾക്ക് യാതൊരു സ്പേസും ഇല്ലാത്ത, ജനങ്ങളുടെ എല്ലാവിധമായ അഭിപ്രായ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെയും അടിച്ചമർത്തുന്ന ഒരു ഫാസിസ്റ്റ് സംവിധാനമായിട്ട് കേരളത്തിലെ നിലവിലുള്ള ഭരണകൂടം മാറിയിട്ടുള്ളത്. എന്തായാലും ഭരണകൂട ഭീകരതയ്ക്കെതിരെയുള്ള ഒരു വലിയ വിധിയെഴുത്തായിരിക്കും 2026 തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക. അതിന്റെ ചെറിയ രീതിയിലുള്ള ആലയൊളികൾ അല്ലെങ്കിൽ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് തന്നെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ LDF-ന് കിട്ടിക്കഴിഞ്ഞു. എന്തായാലും ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി ഫിറോസ് അലി മുഹമ്മദ്. ഓക്കെ.